ഹലോ ഗായ്സ്! അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സങ്കടം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. കാരണം രാവിലെ നടന്ന പോർച്ചുഗൽ വിസ് സ്പെയിൻ എന്ന മത്സരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം യുവത്വത്തിൻ്റെ കരുത്തും ആക്രമണത്തിൻ്റെ മുൾമുനയുമായി ഇതുവരെ ഒരു ഗോളും പോലും വഴങ്ങാത്ത ഒരു ടീമാണ് സ്പെയിൻ. സ്പെയിനുമായിട്ടാണ് പോർച്ചുഗൽ കഷ്ടിമുഷ്ടി എങ്ങനെയൊക്കെയോ ഓരോ റൗണ്ട് കയറി വരുന്ന പോർച്ചുഗലിൻ്റെ ആകെ ഒരു പ്രതീക്ഷ ലോകത്തുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആരാധകരുടെ ഒരു പ്രതീക്ഷയാണ് ഏറ്റിക്കൊണ്ടുവരുന്ന നമ്മുടെ പോർച്ചുഗലിൽ കൂടെ നമ്മുടെ ക്രിസ്ത്യാനോ ഈ മത്സരം പരാജയപ്പെട്ടാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വപ്നം ഏറ്റവും വലിയ സ്വപ്നമായ വേൾഡ് കപ്പിൽ മുത്തമിടാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ എന്ന രാജ്യത്തിലേക്ക് മടങ്ങും. കാരണം അവർക്ക് അടുത്ത മത്സരത്തിൽ കയറാൻ പാടില്ല. അങ്ങനെ ഓരോ പാസും ഓരോ പന്ത് പോകുന്ന ഓരോരും ഭയങ്കര എന്താ പറയുക ആവേശം നടത്തുന്ന ഒരു മത്സരം തന്നെ. വളരെ കൗതുകത്തോടെ കാണുന്ന ഒരു മത്സരം തന്നെയാണ് പോർച്ചുഗൽ സ്പെയിൻ. അങ്ങനെ എന്താ പറയുക വളരെ 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 വികാരഭരിതമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് രാവിലെ നടന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഓരോ മിനിറ്റും, അതായത് പോർച്ചുഗലിന് കിട്ടിയ ഓരോ അവസരങ്ങളും സ്പെയിന് കിട്ടിയ അവസരങ്ങളും അവസാന നിമിഷം, അതായത് 90 മിനിറ്റിനുള്ളിൽ അവസാനം അടിച്ച ഒരു ഗോള്, അതോടുകൂടി നമ്മുടെ പോർച്ചുഗൽ പുറത്തോട്ടുള്ള വഴി തേടുന്നു. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ സങ്കടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. ഓരോ 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 നിമിഷവും ഞാൻ പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക. എന്തുകൊണ്ടാണ് പോർച്ചുഗൽ തോറ്റുപോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുത്തമിടാതെ പോയത്? വേൾഡ് കപ്പിൽ മുത്തമിടാതെ പോയത്? സ്പെയിനിൻ്റെ കരുത്ത്, സ്പെയിനിൻ്റെ ഓരോ കളി യെക്കുറിച്ചും എല്ലാം ഞാൻ വിശദീകരിക്കാം. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനുമായിട്ടാണ് നമ്മുടെ ഏറ്റുമുട്ടുന്ന പോർച്ചുഗലിനെതിരെ വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ അവസാന മത്സരത്തിൽ നടന്ന യൂറോഫോ നാഷണൽ ലീഗിൽ നമ്മുടെ പോർച്ചുഗലാണ് ഇവരെ സ്പെയിനെ തോൽപ്പിച്ച് വിജയം നേടിയത്. ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിസിൽ മുഴുകി നമ്മുടെ കളി തുടങ്ങിയ പതിവ് പോലെ തന്നെ തുടക്കം തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. കുറച്ച് മിനിറ്റുകൾ തന്നെ മനസ്സിലായിരുന്നു കളി ഇന്നത്തെ പന്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി സ്പെയിൻ ഏറ്റെടുത്തു. കാരണം സ്പെയിൻ്റെ കയ്യിലായിരുന്നു പന്ത്. സ്പെയിനിലെ യമാൽ, പെഡ്രി, ബയാന എന്നിവരെല്ലാം അതിവേഗത്തിൽ പാസുകൾ നൽകി ശരിക്കും പോർച്ചുഗലിൻ്റെ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്രമണവും പോർച്ചുഗലിൻ്റെ ഡിഫൻസിന് ശരിക്കും പറഞ്ഞാൽ നല്ല വെല്ലുവിളി തന്നെയായിരുന്നു. ഒരു നിമിഷം കിട്ടുന്തോറും ഈ യമാലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. 18 വയസ്സുള്ള പയ്യനാണ്. ഇനി വളർന്നു വരുന്ന, ഇനി അടുത്ത തലമുറ കാണുന്ന ഫുട്ബോൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയും ഇന്നത്തെ കാലത്ത് മെസ്സി, മറ്റേ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു താരമായി ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് യമാൽ. അപ്പോൾ പുള്ളിയുടെ നല്ല ആക്രമണവും ഭയങ്കര സ്പീഡും ഭയങ്കര ഇത് കണ്ടപ്പോൾ പോർച്ചുഗലിന് നല്ല പ്രതിരോധത്തിന് ഭയങ്കര വെല്ലുവിളി തന്നെയായി തോന്നി. പിന്നെ മറുവശത്താണെങ്കിൽ പോർച്ചുഗൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര അച്ചടക്കത്തോടെ തന്നെയാണ് കളിച്ചത്. കാരണം വെച്ചാൽ അവർ പ്രതിരോധമാണ് കൂടുതൽ കളിച്ചത്. അവർ അറ്റാക്കിനേക്കാളും കൂടുതൽ പ്രതിരോധമായിരുന്നു. എന്നാലും നമ്മുടെ ഡയസും ഇനിയോസും ഒക്കെ ചേർന്ന് നമ്മുടെ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങളെ മാക്സിമം തന്നെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗോൾ കീപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോസ്റ്റ തുടക്കത്തിൽ തന്നെ ഭയങ്കര നന്നായിട്ട് നല്ല സേവുകൾ നടത്തി, അല്ലെങ്കിൽ തുടക്കം തന്നെ ഗോളടി വീണേനെ. അതൊക്കെ തന്നെ നമ്മുടെ ടീമിനെ ആത്മവിശ്വാസം ഉയർത്തി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ തുടക്കം തന്നെ അവർ 1-2 പേര് അവരെ ഫുൾ മാർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. കാരണം സ്പാനിഷ് താരങ്ങൾ ഇവനെ മാർക്ക് ചെയ്തുകൊണ്ട്, അതുപോലെ ഇവന് അത്രത്തോളം ഇവൻ്റെ ഇഷ്ടമായ രീതിയിൽ കളിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ കളിക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ കൗണ്ടർ അറ്റാക്കുകളുടെ ബ്രൂണോയും ബെർണാർഡോ സിൽവയും ഒക്കെ നല്ല റൊണാൾഡോയ്ക്ക് പന്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എത്രത്തോളം അത് ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ അത്രത്തോളം ശരിയായില്ല. കാരണം വെച്ചാൽ അവനെ മാർക്ക് ചെയ്ത് സ്പെയിൻ നന്നായിട്ട് പോർച്ചുഗലിൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രത്തോളം ഫസ്റ്റ് ഹാഫിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോൾ സ്പെയിൻ കൂടുതൽ അപകടകാരിയായി തോന്നിയായിരുന്നു. കാരണം വെച്ചാൽ അവർ അറ്റാക്ക് ഭയങ്കരമായിട്ട് തുടങ്ങിയിരുന്നു. പിന്നെ പോർച്ചുഗലിൻ്റെ പ്രതിരോധവും പിന്നെ കോസ്റ്റയുടെ ഗോൾ കീപ്പറിൻ്റെ മികച്ച പ്രകടനമാണ് ഈ പറയും പോലെ ഫസ്റ്റ് ഹാഫ് ഗോളൊന്നും അടിക്കാതെ സമനിലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കാറായി. എന്തായാലും കളി എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഗോൾ അടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷ. കാരണം വെച്ചാൽ നല്ല അറ്റാക്കാണ് സ്പെയിൻ നടത്തിയത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീർന്നു 0-0 അങ്ങനെ എന്താ പറയുക ഒരു സമനിലയിലേക്ക് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. സെക്കൻഡ് ഹാഫിൽ ചെറിയ പിഴവ് മതി, സ്പെയിൻ ഗോളടിക്കും. അതേപോലെ പോർച്ചുഗലിന് ഒരു അവസരങ്ങൾ കിട്ടിയാൽ പോർച്ചുഗലും ഗോളടിക്കും. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സെക്കൻഡ് ഹാഫിൽ എന്താകും? നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കാം.
അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് പതിവ് പ്രതീക്ഷിച്ച പോലെ തന്നെ സ്പെയിനാണ്. സ്പെയിൻ നല്ലവണ്ണം ആക്രമണം നടത്തി. നല്ലവണ്ണം എന്ന് പറയുമ്പോൾ യമാല്, പെഡ്രി, ബയാനൊക്കെ തുടക്കം മുതൽ ഇവരെ ആക്രമിക്കുകയായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒരു ഗോൾ നേടണമെന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ സ്പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഗോൾ കീപ്പർ, പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ ഇവരെ തടഞ്ഞു നിർത്തിയത്. കാരണം അല്ലെങ്കിൽ എന്നേ ഗോൾ വീണ പണ്ടേ ഗോൾ വീണേനെ. കാരണം അമ്മാതിരി അറ്റാക്കാണ് സ്പെയിൻ്റെ ഓരോ താരങ്ങളും മുന്നേറിക്കൊണ്ട് അടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മുടെ പ്രതിരോധവും നമ്മുടെ എന്താ പറയണ അവിടുത്തെ പോർച്ചുഗലിൻ്റെ പ്രതിരോധ താരങ്ങളും പിന്നെ നമ്മുടെ കോസ്റ്റ ഗോളിയും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പണ്ടേ ഗോൾ വീണേനെ. അങ്ങനെ സത്യം പറഞ്ഞാൽ അവരാണ് ജീവനോടെ പോർച്ചുഗൽ നിലനിർത്തിയത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് കടന്നു. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രത്യേകിച്ചും ചെയ്യാനുണ്ടായില്ല. വെറുതെ എനിക്ക് ആവശ്യമായ പിന്തുണ കിട്ടിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ബ്രൂണോയും നമ്മുടെ ബെർണോടെയും മാക്സിമം മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിച്ചു. അവർ തമ്മിൽ ഗോളടിച്ച് ശ്രമിച്ചെങ്കിലും പക്ഷേ അവിടെ സ്പെയിനിൻ്റെ പ്രതിരോധം, കാരണം ഇന്നേ വരെ ഇപ്പം വേൾഡ് കപ്പിൽ ഇതുവരെ കളിച്ചതിൽ ഒരു ഗോൾ പോലും നേടാത്ത ടീം ഗോള് അടി മറ്റേ ഗോള് മേടിക്കാത്ത, അതായത് വേറെ ടീമിന് ഗോളടിക്കാൻ പറ്റാത്ത ഒരു ടീമാണ് സ്പെയിൻ. കാരണം ഇതുവരെ അവർക്കടെ പ്രതിരോധം അമ്മാതിരി സ്ട്രോങ് ആണ്. അതിൻ്റെ കൂടെ തന്നെ മുന്നേറ്റവും യമാലും അടക്കം നല്ല മുന്നേറ്റം ഉള്ള ടീമാണ് നമ്മുടെ സ്പെയിൻ. അപ്പോൾ എത്രത്തോളം ഈ ബ്രൂണയ്ക്കും ഒക്കെ എത്രത്തോളം പറ്റിയെന്നുള്ളത് കണ്ടറിഞ്ഞ് കാണുന്ന പോലെ തന്നെയാണ്, സങ്കടം തന്നെയാണ്. കാരണം അവരെ മുന്നേറാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ സ്പാനിഷിൻ്റെ പ്രതിരോധം നല്ല രീതിയിൽ തന്നെ ഫലപ്രദമായി തന്നെ തടഞ്ഞു. അങ്ങനെ മത്സരം അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ 90 മിനിറ്റ്സ് കഴിഞ്ഞു. അങ്ങനെ 90 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അധിക സമയത്തേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന് മുന്നത്തെ 2025 നമ്മുടെ യൂറോപ്പ് നാഷണൽ ലീഗിൽ മത്സരത്തിൽ 3-1 പോർച്ചുഗൽ, അത് പെനാൽറ്റി ഷൂട്ടൗട്ടായിരുന്നു. അതേപോലെ തന്നെ അതിലേക്ക് കിടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നിർണായക ഗോൾ അവിടെ വീണത്. അതെ, ഫെറൻ ടോറസ് നൽകിയ കൃത്യമായ പാസ് നമ്മുടെ മൈക്കൽ മെറീനോ ആണ് പന്ത് വലയിലേക്ക് ആക്കിയത്. എന്ന് സത്യം പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ തലയിൽ ആണിയടിച്ച് കയറുന്ന ഒരു അവസ്ഥ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം സ്പെയിൻ അമ്മാതിരി ആഘോഷിച്ചു. നമ്മുടെ പോർച്ചുഗലിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം നിരാശനായിരുന്നു. ആ സ്റ്റേഡിയം കുലുങ്ങുകയായിരുന്നു. കാരണം സ്പാനിഷിൻ്റെ ആരാധകർക്ക് വളരെ സന്തോഷമായി. കോടിക്കണക്കിന് ആരാധകർ ആഗ്രഹിച്ചിരുന്ന പോർച്ചുഗലിനൊരു വിജയം, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പിൽ മുത്തമിടാൻ സാധിക്കുമോ? ആകെ ഇനി ഒന്നുമില്ല. കാരണം അവസാന വിസിൽ മുഴുകുമ്പോഴും നമ്മുടെ സ്കോർ നിലവാരം 1-0. അങ്ങനെ മൈക്കൽ മെറീനോ അടിച്ച ഗോളിൽ സ്പാനിഷ് നിര, അതായത് സ്പെയിൻ ക്വാർട്ടറിലേക്ക് കടന്നു. നമ്മുടെ താരം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ സ്വപ്നങ്ങളെല്ലാം രാജാവ് ബാഗിലാക്കി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. കാരണം വളരെ സങ്കടമുണ്ട് പുള്ളിയുടെ ഒരു അവസ്ഥ. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതാണ് പുള്ളി ഒറ്റയ്ക്ക് വന്നവനാണ് പുള്ളി. അതാണ് പുള്ളിയുടെ വിജയമെന്ന് ഒന്ന്. പക്ഷേ ഈ കപ്പ് നേടിയവർ ചാമ്പ്യന്മാരാണെങ്കിലും ഹൃദയം നേടിയവരാണ് ശരിക്കും എന്താ പറയണേ, രാജാക്കന്മാരെന്നോ എന്താ പറയുക അതിന് എനിക്കറിയത്തില്ല. കപ്പ് നേടിയവർ ചാമ്പ്യന്മാരെന്ന് പറയും. പക്ഷേ റൊണാൾഡോ നേടിയത് കപ്പല്ല. ഇത്രയോ കോടിക്കണക്കിന് ജനങ്ങളുടെ എന്താ പറയുക, കോടിക്കണക്കിന് ഒരിടമാണ് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് ആഗ്രഹിക്കുന്ന ചെറു തലമുറ മുതൽ ഈ നല്ല പ്രായമായവർ വരെയുണ്ട്. അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രത്യേകത. അവൻ അധ്വാനിച്ചു, അവൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ സ്വന്തം രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് മാത്രം നേടിക്കൊടുക്കാൻ എന്തോ റൊണാൾഡോയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ വളരെ സങ്കടമാണ്. റൊണാൾഡോ കരഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അവസാനിച്ചത്. അങ്ങനെ റൊണാൾഡോയുടെ സ്വപ്നവും അവസാനിച്ചു. അങ്ങനെ സ്പാനിഷ് 1-0 ക്വാർട്ടറിലേക്ക് കടന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ തോൽവിക്ക് പ്രധാനമായും പോർച്ചുഗൽസിൻ്റെ കാരണം എന്ന് പറഞ്ഞത് സ്പാനിഷിൻ്റെ മിഡ്ഫീൽഡ് നല്ല ആധിപത്യമായിരുന്നു. അവർക്കടെ കയ്യിലായിരുന്നു പന്ത്. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആരാണോ മിഡ്ഫീൽഡിൽ ആധിപത്യം പുലർത്തുന്നത് അവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സ്പാനിഷായിരുന്നു മിഡ്ഫീൽഡിൽ ഈ പ്രാവശ്യം ആധിപത്യം പുലർത്തിയത്. പിന്നെ റൊണാൾഡോയ്ക്ക് ആവശ്യമായ പിന്തുണ ലഭിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതാണ്. പിന്നെ പോർച്ചുഗൽ തുടക്കം മുതൽ അമിത പ്രതിരോധം. അവർ പന്തടിക്കാനല്ല, ഇവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഗോളടിക്കാൻ ശ്രമിക്കണമെങ്കിൽ അത് ഫോർവേഡറായ അല്ലെങ്കിൽ സ്ട്രൈക്കറായ നമ്മുടെ ടീമങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. അത് ഇവർ പ്രതിരോധത്തിൽ ഒരു കളിയാണ് കളിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് ഇത്രയും പോർച്ചുഗലിന് ഈ പരാജയം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആവശ്യ പരിഗണന ലഭിച്ചില്ല. സ്പെയിനാണെങ്കിൽ നല്ല മികച്ച താരങ്ങൾ, അവർ നല്ല മിഡ്ഫീൽഡിലായിരുന്നു അവർ ആധിപത്യം പുലർത്തിയത്. അങ്ങനെ
ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ട്രോഫി നേടുന്നവരാണ് ചാമ്പ്യന്മാർ. പക്ഷേ കോടിക്കണക്കിന് മനസ്സുകൾ, കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നവരാണ് ഇതിഹാസങ്ങൾ. അതെ, റൊണാൾഡോ ശരിക്കും ഒരു ഇതിഹാസം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലർക്കും അതിൽ അഭിപ്രായം ഉണ്ടാവുക ഇല്ല ശരിയാകുന്ന എനിക്ക് വിഷയമല്ല. കാരണം വെച്ചാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് മെസ്സിനെ ഇഷ്ടമാണ്. അതോടുകൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇഷ്ടമാണ്. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കളി കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയും കാണുന്നത് എന്താ, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ മെസ്സിയുടെയും ഫോട്ടോസല്ലേ. എന്തുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ ആരുടെ ഫോട്ടോസ് വയ്ക്കും? ആരുടെ ബാനർ നിങ്ങൾ വയ്ക്കും? പറയാൻ പറ്റിയ ഒരു രാജ്യം, ഒരു കളിക്കാരനുണ്ടോ? അതാണ് എനിക്ക് 2 പേരെ ഇഷ്ടമാണ്. മറ്റേ നെയ്മറെയും ഇഷ്ടമാണ്. പക്ഷേ നെയ്മർ മടങ്ങി, സുൽത്താൻ മടങ്ങി. അതിൻ്റെ കൂടെ നമ്മുടെ ഇതിഹാസവും മടങ്ങുന്നു നാട്ടിലേക്ക്. അങ്ങനെ സ്പെയിനിന് അഭിനന്ദനങ്ങൾ. അവർ മികച്ച ഫുട്ബോൾ കളിച്ചു. അങ്ങനെ പോർച്ചുഗലും റൊണാൾഡോയും നാട്ടിലേക്ക് മടങ്ങി. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് എന്താ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് റൊണാൾഡോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും മടങ്ങി. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ 2, അതായത് ബ്രസീൽ മടങ്ങി, പോർച്ചുഗൽ മടങ്ങി. അങ്ങനെ ഇനി ഇനി അടുത്തത് അർജൻറ്റീനയാണ്. എന്താകുമെന്നറിയത്തില്ല. അർജൻറ്റീനയുടെയും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അർജൻറ്റീനയുടെ കൊളംബിയ ആയിട്ടാണ് മത്സരം. നമുക്ക് പ്രതീക്ഷിക്കാം അർജൻറ്റീനയെങ്കിലും കേറി മുന്നേറി വരട്ടെ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.